നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതോഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും മാറ്റി നിർത്തിയവരുടെയും തോറ്റുപോയവരുടെയും ജീവിതങ്ങളോട് ചേർന്ന് നിന്ന് അവയെ കരുതി വയ്ക്കുന്നതിനായി കവിതയെ ഉപയോഗിക്കുന്ന മലയാളത്തിന്റെ പുതുതലമുറ എഴുത്തുകാരിയാണ് ആതിര ആർ. സ്ത്രീ ജീവിതങ്ങളെ പലപ്പോഴും കാണാതെ പോകുന്നവരും അവരുടെ ലോകത്തെ ചെറുതായി കാണുന്നവരുമുണ്ട്. അവരോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഈ കവയത്രി മലയാള കവിതയുടെ വർത്തമാന മുഖമായി മാറുന്നു. ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ എന്തൊക്കെയാവും വേണ്ടത് എന്ന ചോദ്യത്തിന് ഒരിറ്റ് സ്നേഹവും നേരിയ പരിഗണനയും ഉണ്ടെങ്കിൽ മതി പ്രതീക്ഷയുടെ ഉടുപ്പ് തുന്നാൻ എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. കവിതകൾ എഴുതുന്നവരും അത് വായിക്കുന്നവരും തികച്ചും വ്യത്യസ്തരാണെന്നും അവർക്ക് സഹൃദയത്വം ഏറെയുണ്ടെന്നും ആണ് കവിപക്ഷം. അത് സ്ത്രീകൾ കൂടിയായാൽ അതിൻ്റെ മാധുര്യം ഏറും. അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനും നമ്മെ ചിന്തിപ്പിക്കാനും സ്ത്രീകൾക്കാണ് കഴിയുക എന്നത് കവയത്രിയുടെ ഭാഷ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ വായനയും വിശകലനവും ഏറെ വ്യത്യസ്തവും അതിലേറെ പ്രസക്തവുമാണ്. ആതിരയുടെ കവിതകൾ ഒരു നെഞ്ചിരിപ്പോടെ അല്ലാതെ വായിച്ചു തീർക്കുക പ്രയാസകരമാണ്. സ്ത്രീ ജീവിതത്തിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിരാശകളുമൊക്കെ വളരെ കൃത്യമായി കവിതകളിൽ ഈ എഴുത്തുകാരി കോറിയിടുന്നുണ്ട്. ജീവിതമെന്നത് വരുമെന്നുറപ്പില്ലാത്ത കാര്യങ്ങളുടെ ഒരു കാത്തിരിപ്പല്ലേ എന്ന ചോദ്യം പ്രതീക്ഷയിലേക്കാണ് മിഴി തുറക്കുന്നത്. അധ്യാപിക എന്ന നിലയിൽ താൻ കണ്ട ജീവിത കാഴ്ചകളെ ശക്തമായ കാവ്യരൂപമായി അവതരിപ്പിച്ചപ്പോൾ അവയ്ക്ക് ഭാവതീവ്രതകൾ ഏറിയിട്ടുണ്ടാവാം. അരുകുപറ്റി മാറ്റി നിർത്തപ്പെട്ട പെൺജീവിതങ്ങളെക്കുറിച്ചും അവരുടെ ആശങ്കകളും സ്വപ്നങ്ങളുമാണ് ഓരോ കവിതയിലൂടെയും കവയത്രി പറഞ്ഞു വയ്ക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മീനേ മീൻ മണമേ എന്ന കവിതാ സമാഹാരത്തെ നമുക്കായി ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് കവിതയിൽ തൻ്റേതായ ഇടം ഉറപ്പിച്ചെടുത്ത് ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ വയനാടൻ കവിതയുടെ അടയാളപ്പെടുത്തലായി മാറിയ റഹീമ വാളാടാണ്. വാളാട് APJ അബ്ദുൽ കലാം ഗ്രന്ഥശാല അംഗമായ ഈ എഴുത്തുകാരി നിലവിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗത്തിലെ ഗവേഷകയാണ്. കവിതാരചനയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ 2014 സ്റ്റെതസ്കോപ്പ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച റഹീമയ്ക്ക് ഒപ്പം നമുക്ക് മീനേ മീൻ മണമേ എന്ന കവിതയിലൂടെ കയറിയിറങ്ങാം. ഈ കവിതയുടെ ചൂടും ചോരും ഏറ്റെടുക്കാം. പാരായണക്ഷമമല്ല കവിത എന്ന അപവാദത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ അത്രയേറെ വായനകളുണ്ടായ, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ലളിതമായിരിക്കുമ്പോൾ തന്നെ കനവും കാമ്പുമുള്ള കവിതകളാണ് ആതിര ആറിൻ്റേത്. ഏറ്റവും പുതിയ കവിത അതിൻ്റെ വായനക്കാരിലേക്ക് ഏറ്റവും ആയാസരഹിതമായി സഞ്ചരിക്കുന്നതെങ്ങനെയെന്നതിന് ഉദാഹരണം കൂടിയാണിത്. മീനേ മീൻമണമേ എന്ന് തൻ്റെ കവിതാ സമാഹാരത്തിന് പേരിടുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാക്കപ്പെടുന്ന ഒന്നാണ് ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യാനുഭവങ്ങളോട് ആതിര പുലർത്തുന്ന ധീരമായ ആത്മബന്ധം എന്ന് അവതാരികയിൽ N. പ്രഭാകരൻ സൂചിപ്പിക്കുന്നു. ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്നും, കണ്ണുയർത്തിയാൽ കാണുന്ന മാനത്തു നിന്നും, ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നും വാക്കുകളും ബിംബങ്ങളുമെടുത്ത് ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ വേദനയെ, ആകുലതകളെ, സ്വപ്നങ്ങളെ, നിത്യജീവിതത്തെ കവിതയിലേക്ക് വഴി നടത്തിക്കുകയാണ് ആതിര. കവിതകളിലുടനീളം പെറ്റിക്കോട്ടുമിട്ട് തോട്ടുവഴികളിലൂടെ, നാട്ടുവഴികളിലൂടെ ഓടി നടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാം. അവഗണിക്കപ്പെട്ട, വേദനിപ്പിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുടെ, അടക്കി നിർത്തപ്പെട്ട അനേകായിരം പെണ്ണുങ്ങളുടെ കഥകളും പറച്ചിലുകളും ആരും ചോദിക്കാത്ത അവരുടെ വിശേഷങ്ങളും ഈ കവിതകളെ പോറ്റി വളർത്തുന്നുണ്ട്. ഉപ്പട്ടിക്കിടയിലെ മുള്ളെടുത്ത് അവൾ മൂക്കുത്തിയിടുമ്പോൾ പറന്നു വന്നൊരു മിന്നാമിനുങ്ങ് അതിൽ മഞ്ഞക്കല്ല് പതിക്കും. അതേ കടൽ എന്ന കവിതയിലെ വരികളാണ്.
തൊട്ടു കടന്നുപോയ ഒരു പുൽക്കൊടി പോലും ഇത്തരത്തിൽ കവിതയ്ക്ക് തൊങ്ങലുകൾ ചേർക്കുന്നുണ്ട്. ഉള്ളിലെ കടൽ വറ്റി ഇറങ്ങി നടന്നവൾ തിരികെ വരുമ്പോൾ ഉടലാഴത്തിലും ഉയിരാഴത്തിലും കടലാഴത്തിലും അതേ കടൽ തിളക്കുന്നത് തിരിച്ചറിയുന്നുണ്ട്. കടൽ ഉള്ളിലുള്ള ഒരു പെൺകുട്ടി തോട്ടിലെ വെള്ളം ഉറങ്ങാൻ കിടന്നെന്നുറപ്പാകുമ്പോൾ ഒച്ചയുണ്ടാക്കാതെ അതിൽ കണ്ണാടി നോക്കുകയും മടിയിലേറിയിരിക്കുന്ന നിലാവിന് മുലയൂട്ടുകയും ചെയ്യുന്നുണ്ട്. കടൽ കുറുകി ഒരു തോട്ടുവക്കോളം ചെറുതാവുകയും മുലയൂട്ടുമ്പോൾ ഉപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലൂടെ കടലോളം തന്നെ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യർ അങ്ങനെയല്ലേ? ഒരു തടം മണ്ണിലിരുന്ന് വലിയ ആകാശങ്ങളെ ഉള്ളിൽ പേറുന്നവർ. ആതിരയുടെ കവിതകളിൽ കുറുകിയും വികസിച്ചും മനുഷ്യഭാവം തോട്ടുവക്കിലൂടെ നടക്കുന്നുണ്ട്. ജീവിതം തോൽക്കൂ എന്ന് കുത്തി നോവിക്കുമ്പോഴും തോറ്റുപോയവർക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലെന്ന ആത്മധൈര്യവും കൊണ്ട് പിടഞ്ഞെണീറ്റ് മുന്നോട്ട് നടക്കുന്നവരുടെ നിര തന്നെ ഈ കവിതകളിലുണ്ട്. തോറ്റുപോയവരെല്ലാം തൊട്ടടുത്ത നിമിഷം മരിച്ചു പോകുന്നുവെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഒരിക്കൽ തോറ്റവർക്ക് പിന്നീടെല്ലാം എളുപ്പമാണ് എന്ന് തോറ്റുപോയവർ ജീവിക്കുമ്പോൾ എന്ന കവിതയിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തീർന്നുപോയെന്ന് കരുതുമ്പോൾ ഒന്നുമില്ലായ്മയെ ഇനിയെല്ലാം എളുപ്പമാണെന്ന് തിരുത്തി വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. കല്ലിനെയും പുല്ലിനെയും എഴുതുമ്പോഴും നിസ്സാരമല്ലെന്നും ആകാശം തൊടുമാറ് അവയിപ്പോൾ പന്തലിച്ചു പോവുമെന്നും തോന്നിക്കും വിധമാണ് ഈ കവിതകളിൽ ചുറ്റുപാടുകളെ പരിചരിച്ചിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യരും മനുഷ്യരും തമ്മിലുമുള്ള ബന്ധത്തെ അതിലെ ആരും ശ്രദ്ധിക്കാത്ത സന്ദർഭങ്ങളിലൂടെ വിശദീകരിക്കുന്നു. നീ എനിക്ക് ജലമാണ്. മധുരം കുറഞ്ഞെന്നോ ഉപ്പ് കൂടിയെന്നോ പരാതി പറയാൻ കഴിയാത്ത വിധം എരിവിൻ്റെയും ചവർപ്പിൻ്റെയും ഏറ്റക്കുറിച്ചിലുകളെക്കുറിച്ച് പരിഭവം പറയാനാവാത്ത വിധം കലർപ്പുകളില്ലാത്ത ജലമാണ് നീ എനിക്ക്. എൻ്റെ ജലമേ എന്ന കവിതയിൽ സ്വച്ഛന്തമായ മനുഷ്യബന്ധത്തെ ജലത്തിൻ്റെ സുതാര്യതയിലേക്ക് ലയിപ്പിച്ചെഴുതാൻ കവിയുടെ സൂക്ഷ്മ നോട്ടങ്ങൾക്ക് കഴിയുന്നു. സമാഹാരത്തിൻ്റെ തലക്കെട്ടായ മീനേ മീൻമണമേ എന്ന കവിതയും നിത്യജീവിത സന്ദർഭങ്ങളോട് അനന്യമായി ചേർന്നു നിന്ന് ആവിഷ്കരിക്കുന്ന കാവ്യ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ആതിരയുടെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഒട്ടെല്ലാ വശങ്ങളും ഒത്തുചേർന്ന ഒരു കവിത കൂടിയാണിത്. എത്ര കഴുകിയാലും പോവാത്ത മീൻമണമായി വേദനയിലും വെട്ടിത്തിളങ്ങുകയും മുറിവിലും ചിരിക്കുകയും തുറന്നു നോക്കുമ്പോൾ സ്വപ്നങ്ങളിൽ ചോര പൊടിയുകയും ഭ്രാന്താണോടി എന്ന് ചോദിക്കും വരെ ഭ്രാന്തമാണെന്ന് ഉൾക്കൊള്ളാനാവാത്ത വിധം നമ്മോടൊക്കെയും പറ്റിപ്പിടിക്കുകയും ചെയ്യുന്ന മനുഷ്യബന്ധങ്ങളുടെ മണം. വഴുതിപ്പോകുന്ന മീനുകളുടെ മലക്കം മറിച്ചിൽ പോലെ പിടികിട്ടാത്ത ആവേശവും നിരാശയും പേറി അതിൻ്റെ കരയിലിരിക്കുന്ന മനുഷ്യർ. ഇവിടെ കവിത അപൂർണമെന്ന ഭാഷാന്യൂന്യതയെ അതുല്യമായ ബിംബകൽപ്പനയിലൂടെ മറികടക്കാനും അനുഭൂതിയെ വായനക്കാരിലേക്ക് ഒരു മീൻമണം പോലെ സംക്രമിപ്പിക്കാനും ശ്രമിക്കുന്നു. എത്ര വെള്ളമൊഴിച്ചാലും ഇത്തിരിയെങ്കിലും അവശേഷിക്കുന്ന ആ മുക്തിയില്ലായ്മയെ നാറ്റം എന്നതിന് പകരം മണം എന്നു തന്നെ എഴുതുന്നു. അതിന് അസഹനീയതക്കപ്പുറം അർത്ഥമുണ്ടാകുന്നു. വാക്ക് ഇങ്ങനെ അർത്ഥങ്ങളുടെ വേലികൾ ഭേദിക്കുന്നു. കൂട്ടിയെഴുതുമ്പോഴും പിരിച്ചെഴുതുമ്പോഴും ഇടയിലെഴുതുമ്പോഴും ഭംഗിയില്ലെന്ന് പറഞ്ഞ് വേരോടെ പിഴുതെറിഞ്ഞ വാക്കുകൾ വീണിടത്ത് വളർന്ന് ഒരു കാടാവുന്നത് കാട്ടുകവിത എന്ന കവിതയിൽ കാണാം. ഉദാത്ത സാഹിത്യത്തിന്റെ മുറ്റങ്ങളിൽ നിന്ന് വേലിക്കപ്പുറത്തേക്ക് പറിച്ചു കളയപ്പെട്ട മനുഷ്യജീവിതങ്ങളുടെ വാക്ക് അതേ ഓരത്ത് വേരാഴ്ത്തി ഋതുഭേദങ്ങളെ താണ്ടി കാടുപോലെ സ്വതന്ത്രമായും നിബിഡമായും വളരുന്നത് കാണാം. ആതിരയുടെ തന്നെ വാക്കിൽ പറഞ്ഞാൽ, തൊട്ടുതലോടിയില്ലെങ്കിലും കാട്ടുപൂവ് വിടരുമെന്ന പോലെ, വൃത്തത്താൽ അലങ്കരിച്ചില്ലെങ്കിലും കാട്ടുകവിത താളം പിടിക്കുമെന്ന പോലെ. ഇവിടെ കാടെന്നത് കളയെന്നും വായിക്കുമ്പോൾ തിരസ്കൃതരുടെ അതിജീവന ശ്രമങ്ങളുടെ ലാവണ്യത്തെയും കാടായി മാറിയേക്കാവുന്ന അതിൻ്റെ കരുത്തിനെയും കാണാം. ചുറ്റുമുള്ളവരുടെ താരാട്ടിന് ചെവിയോർക്കാതെ കാടായി വളരാൻ പാകത്തിന് വലിച്ചെറിയപ്പെട്ട എല്ലാ വാക്കും മനുഷ്യരും ഇവിടെ ആത്മാഭിമാനത്തോടെ വേരഴ്ത്തി പന്തലിക്കുന്നു. ആതിരയുടെ എല്ലാ കവിതകളുടെയും കാതലിൽ കാണുന്ന ഇറങ്ങി നടക്കുകയും നിരാകരിക്കപ്പെടുകയും അലിവോടെ നോക്കുകയും ചെളിയിൽ കാലമർത്തി നടക്കുകയും ചെയ്യുന്ന ആ കൊച്ചു പെൺകുട്ടി ചുരുളഴിയുന്ന കവിതയാണ് ഉപ്പുമഴ. കവിതകളിൽ ആവർത്തിക്കുന്ന ഉപ്പുരസവും ഇരുണ്ട തോടുമെല്ലാം കുറുകി വന്ന് പുല്ലുവഴികളെ വകഞ്ഞു മാറ്റി നടക്കുന്ന ആ പെൺകുട്ടിക്ക് വട്ടം ചുറ്റുന്നത് കാണാം. അവിടെ കറുത്ത തോടിനെ ചൂണ്ടി അവൾ കടലെന്നു വലുതാവുന്നു. എപ്പോഴെങ്കിലും വിരിയുന്ന ആമ്പലുകൾ വസന്തമെന്ന് പൊട്ടിച്ചിരിക്കുന്നു. കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നുള്ള ഓരിയിടലുകൾ അവളുടെ സംഗീതമാവുന്നു. ഒരു തോട്ടുവക്കിൽ നിന്ന് ആകാശത്തോളം നോട്ടം പടർത്തി വലുതാവുമ്പോഴും ആ കവിത നമുക്കരികിലെ പുല്ലിനെയും മുള്ളൻപന്നിയെയും വൈശ്യപ്പൂക്കളെയും കാണിച്ചു തരുന്നു. തലയിലും ഒക്കത്തുമായി ഒരു തുള്ളി പോലും തുളുമ്പാതെ മുഴച്ചു നിൽക്കുന്ന കുടങ്ങളുമായി വരുന്ന അമ്മമാരെയും ഈർക്കിലിനറ്റത്ത് കുടുക്കിട്ട് ഞണ്ടിനെ പിടിക്കുന്ന വിദ്യയും കാണിക്കുന്നു. തോടും
ഭൂപടങ്ങളിൽ എവിടെയും കാണാത്ത ഒരു രാജ്യത്തെയും നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. നെറുകയിൽ ഉമ്മ വെക്കാൻ നിങ്ങൾ കുനിയുമ്പോൾ അവിടെയാകെ ഉപ്പുമഴ എന്ന് കവിത നിർത്തുമ്പോൾ അതുവരെ നിങ്ങൾ കണ്ട് അവസാനിപ്പിച്ച കൗതുകങ്ങളുടേതായ പുതിയ രാജ്യം മറ്റൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് നടത്താൻ ഒരുങ്ങി നിൽക്കും. ആ കവിത യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. പല കവിതകളിലും ആവർത്തിച്ചു വായിക്കുവാനും കവിതക്കപ്പുറമുള്ള സ്വതന്ത്ര സഞ്ചാരത്തിനും സൂചകങ്ങൾ നാട്ടുന്നു ആതിര. ഭൂപടത്തിലില്ലാത്ത ദേശം പോലെയാണ് ആർക്കും കാര്യപ്പെട്ടതാവാത്ത ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരും. സ്നേഹത്തിന്റെ ഭൂപടത്തിൽ ആർക്കും വേണ്ടാത്ത ഇടങ്ങളാവുന്ന മനുഷ്യർ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഉരുണ്ടുമറിഞ്ഞു വരുന്ന നിസ്സഹായതയുടെ ജലഗോളത്തിൽ അവർ മുങ്ങി നിവരുന്നു. അവനെനിക്ക് നിറങ്ങളില്ലാത്ത ഒരു ബാല്യം കടം തന്നു, ഞങ്ങളതിൽ ഒരുമിച്ച് മഴവില്ല് വിരിയിച്ചു എന്ന് അലിവോടെ കെട്ടിപ്പിടിക്കുന്നു. മുറിവുകളെ പരസ്പരം സുഖപ്പെടുത്തുന്ന മുറിവുള്ള മനുഷ്യരുടെ വേദനയും സ്നേഹത്താൽ അതിനു കൈവരുന്ന ആർദ്രതയും ആതിരയുടെ പല കവിതകളിലും നിർലീനമാണ്. എല്ലാ നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും പരകോടിയെ പ്രശാന്തമാക്കുന്നത് പരിഗണനയുടെയും പങ്കുവെക്കലിൻ്റെയും വാക്ക് നീട്ടുന്ന മറ്റു മനുഷ്യർ തന്നെയാണെന്ന് എത്രയാളുകൾ എത്രയോ തവണ തിരിച്ചും മറിച്ചും എഴുതിയിരിക്കുന്നു. നീ ഒരു വാക്ക് വെറുതെ എറിഞ്ഞു പോകുന്നു, ഞാനതിൻ്റെ പിന്നാലെ പോയി ജീവിതത്തിന് ഉടുപ്പു തുന്നുന്നു, പാകമായാലെന്ത് ഇല്ലെങ്കിലെന്ത് എന്ന് ആതിര പറയുമ്പോൾ പുതിയതുപോലെ പിന്നെയും നമ്മളത് കേൾക്കുന്നു. ഈ പുതുമ സുപരിചിതമായ മനുഷ്യാവസ്ഥകളുടെ പഴക്കത്തെ പൊളിച്ചുകൊണ്ട് പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൽ തന്നെ പറഞ്ഞു പഴകിയാലും ജീവിച്ചു പഴകാത്ത ദൈനംദിന നിസ്സഹായതകളെ കണ്ടുമുട്ടുന്ന കവിതകളുണ്ട്. സങ്കീർണമായ സ്ത്രീ ജീവിത പരിസരങ്ങൾ പറഞ്ഞു തീരുകയോ തുടച്ചു മാറ്റപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രതിരോധ നോട്ടം നീട്ടുന്നവയുണ്ട്. ഓർമ്മ വീട് എന്ന കവിതയിൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മയ്ക്കൊപ്പം ഇറങ്ങാറുള്ള വീട്, ബസ്സിലിരിക്കുമ്പോഴും ബസ്സിറങ്ങുമ്പോഴും വിട്ടുപോവാത്ത വീടോർമ്മകൾ നൽകിക്കൊണ്ട് തിരികെ പോകുമ്പോൾ ഒരിക്കലെങ്കിലും വഴിതെറ്റിയെങ്കിലെന്ന് മകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഒടുവിൽ ഞാനിറങ്ങുമ്പോൾ എൻ്റെ കൂടെയും ഇറങ്ങി വരാറുണ്ടാവുമോ ഒരു വീട് എന്ന മകളുടെ ആകുലതയിലേക്ക് എത്തുമ്പോൾ വീട് അഭേദ്യമായ ബന്ധനത്തിൻ്റെ എല്ലാ വശവും പേറുന്ന ബിംബമായി നിലകൊള്ളുന്നു. ഓള് എന്ന കവിതയിൽ നാടും വീടും രണ്ടു വീതമുണ്ടായിട്ടും അതിലൊന്നുപോലും സ്വന്തമല്ലാതായി പോകുന്ന സകല പെണ്ണുങ്ങളുടെയും നിരാശയെ ഒരു കല്യാണ ബസ്സിൻ്റെ യാത്രാദൂരത്തിലിരുന്ന് നാട്ടിൻ്റെ അതിർത്തി രേഖയിലേക്ക് നീട്ടി ഛർദിലായി ഒഴുക്കുന്നുണ്ട്. മരവാഴ പോലൊരുത്തി എന്ന കവിതയും ഈ കവിതകളോട് ചേർന്നു നിൽക്കുന്നു. കവിയുടെ അതുല്യമായ നോട്ടങ്ങളെയും എഴുത്തിൻ്റെ രൂപപരമായ മുറുക്കത്തെയും ഒതുക്കത്തിലും വികസിക്കാൻ പ്രാപ്തിയുള്ള വാക്കുകളുടെ ക്രമീകരണത്തെയും പ്രതിഫലിപ്പിക്കുന്ന മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് മുറുക്കുവട്ടം എന്ന കവിത. വിശാലമായ നിരീക്ഷണങ്ങളും ഏറ്റവും ഒടുവിലത്തേതിനെയും പരിഗണിക്കാനുള്ള വെമ്പലും ഈ സമാഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന 30ഓളം കവിതകളിലുണ്ട്. പകുതിയിലധികവും അസാധാരണമായ ചിന്തയുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവ. വരിയും നിരയും തെറ്റിയ കൊന്ത്രംപല്ലു പോലെ തൻ്റേടിയായി പുറപ്പെടുകയും എൻ്റെ ജലമേ എന്ന് നിർമ്മമവും സുതാര്യവുമായ മനുഷ്യബന്ധത്തെ ആഗ്രഹിക്കുകയും മീൻമണം പോലെ കഴുകിയിട്ടും മാറാത്ത ബന്ധങ്ങളുടെ രുചിയെയും നിസ്സഹായതയെയും കണ്ടെടുക്കുകയും പരസ്പരം വാക്കിൽ വഴുതിപ്പോകുന്ന മനുഷ്യരെ സ്നേഹത്താൽ എഴുതുകയും ചെയ്യുന്നു ആതിര. എന്നെങ്കിലും ഒരിക്കൽ തൊട്ടുപോയ മനുഷ്യരുടെ എല്ലാം ഭാവങ്ങളും അനുഭവങ്ങളും ഉൾത്തട്ടിൽ നിന്ന് മനസ്സിലാക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹനിർഭരമായ ഒരു പെൺകുട്ടി ആ കവിതകളിലുണ്ട്. ആമുഖത്തിൽ ആതിരയാർ എന്ന് തന്നെ വിളിക്കുന്ന സുഹൃത്തുക്കളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആതിരയുടെ വായനക്കാർ സ്നേഹപൂർവ്വം പറയുന്നത് പോലെ ഉള്ളിലെ വെള്ളാരം കല്ലിനെയും മീനിനെയും എടുത്തു കാണിക്കുന്ന സ്വച്ഛന്തമായ ഒരു തോടായിരിക്കുമ്പോഴും ഏതു നിമിഷവും അതിനറ്റത്തൊരു ഇരമ്പുന്ന കടലായും വറ്റിയ ഉപ്പെട്ടിയായും മാറാൻ കെൽപ്പുള്ള കവിതകളായി ആതിരയാർ ഒഴുകുന്നു. മലയാള പൊതുകവിതയ്ക്കും ആതിരയ്ക്കും വലിയ വായനകൾ ഉണ്ടാവട്ടെ. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 7 ചെറുകഥാ സാഹിത്യത്തിലെ വയനാടിൻ്റെ സംഭാവനയായ ഡിന്നു ജോർജിൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമായ ക്രാ എന്ന പുസ്തകത്തെ തിരക്കഥാകൃത്തും സംവിധായകനും ചരിത്ര അന്വേഷകനുമൊക്കെയായ വയനാടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ OK ജോണി അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 7ാമതോഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ
7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.